റോബിൻ ബസ് വീണ്ടും പണി തുടങ്ങുക. ഇത്തവണ KSRTCയെ മുട്ടുകുത്തിക്കും. പത്തനംതിട്ട കോയമ്പത്തൂർ KSRTC സർവീസിൻ്റെ മുൻപിൽ ഓടാനാണ് റോബിൻ ബസ് ഒരുങ്ങുന്നത്. വെളുപ്പിനെ 4:30 കോയമ്പത്തൂരിലേക്കുള്ള KSRTC സർവീസ് പത്തനംതിട്ടയിൽ നിന്ന് ആരംഭിക്കുന്നത്. എന്നാൽ ഫെബ്രുവരി 1 മുതൽ വെളുപ്പിനെ 4 മണിക്ക് പത്തനംതിട്ടയിൽ നിന്ന് റോബിൻ ബസ് പുറപ്പെടും. മാത്രമല്ല, യാത്രക്കാരുടെ ആവശ്യം പ്രമാണിച്ച് സർവീസ് അടൂരിലേക്ക് നീട്ടുകയും ചെയ്യും. വെളുപ്പിനെ 3:30 അടൂരിൽ നിന്നും പുറപ്പെടുന്ന ബസ് റാന്നി, എരുമേലി, തൃശ്ശൂർ, പാലക്കാട് വഴി രാവിലെ 10:30 കോയമ്പത്തൂരിലെത്തും. അവിടെ നിന്ന് വൈകിട്ട് 6 മണിക്ക് പുറപ്പെട്ട് പുലർച്ചെ 1 മണിക്ക് അടൂരിലെത്തും. KSRTC കോയമ്പത്തൂർ സർവീസിന് ഉപയോഗിക്കുന്ന ബസ്, അതായത് AC ലോ ഫ്ലോർ ബസ്സുകൾ തുടർച്ചയായി വഴിയിൽ കിടന്നിട്ടും അവ മാറ്റി പുതിയ ബസ് അനുവദിക്കാൻ പോലും KSRTC തയ്യാറായിട്ടില്ല. പുതിയ AC ബസ്സുകളൊന്നും KSRTCയുടെ പക്കലില്ല. അതാണ് വസ്തുത. ബ്രേക്ക് തകരാറ്, എൻജിനിൽ തീയ് തുടങ്ങിയ പ്രശ്നങ്ങൾ കാരണം പാതി വഴിയിൽ സർവീസ് മുടങ്ങുന്നതിന് പരിഹാരം പുതിയ ബസ്സുകൾ മാത്രമാണ്. കോയമ്പത്തൂരിലേക്ക് KSRTCക്ക് പത്തനംതിട്ടയിൽ നിന്നുള്ള 3 സർവീസിനും നല്ല കളക്ഷനുണ്ട്. പക്ഷേ പുതിയ ബസ്സിനായി കത്തെഴുതി കാത്തിരിക്കുകയാണ് ഡിപ്പോ അധികൃതർ. പക്ഷേ പുതിയ ബസ് കിട്ടാനില്ല. അതേസമയം KSRTCയുടെ മുന്നിലോടാനുള്ള തീരുമാനം മത്സരമല്ലെന്ന് റോബിൻ ബസ് ഉടമ ഗിരീഷ് പറഞ്ഞു. രാവിലെ നേരത്തെ കോയമ്പത്തൂരിൽ എത്തണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. വൈകിട്ട് നേരത്തെ പുറപ്പെടുന്നതും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അത് നേരത്തെ പുറപ്പെടാതെ കോയമ്പത്തൂരിലെ ആവശ്യങ്ങളെല്ലാം തീർത്ത് വൈകിട്ട് 6 മണിയോടെ തിരികെ പുറപ്പെടണമെന്ന നിർദ്ദേശം സ്വീകരിച്ചാണ് സമയമാറ്റം ക്രമീകരിച്ചിരിക്കുന്നത്. അധികം വൈകാതെ റെഡ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമിലും റോബിൻ ബസ്സിന് ടിക്കറ്റുകൾ ലഭ്യമാകുമെന്ന് ഗിരീഷ് പറയുന്നു. കോടതിയുടെ പിൻബലത്തിലാണ് റോബിൻ ഈ കളികളെല്ലാം കളിക്കുന്നത്. ഗതാഗത മന്ത്രി ആന്റണി രാജു മാറി ഗണേഷ് കുമാർ ചുമതലയേറ്റതിന് ഗിരീഷിന് തിരിച്ചടി ഉണ്ടാകും. കാരണം നേരത്തെ KB ഗണേഷ് കുമാറിനെതിരെ ഗിരീഷ് പല ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു. ഇനി എന്തൊക്കെ കാണാം, കാത്തിരിക്കാം.